किसी गांव में एक मंदिर था। मंदिर के पुजारी और उनकी पत्नी भगवान के भक्त थे। प्रतिदिन पति पत्नी मंदिर की सफाई करते, पूजा अर्चना की सामग्री जुटते और मंदिर में आने वाले भक्तों को भोजन कराते थे। वे निःसंतान थे। जब भी ओणम का त्योहार आता, पुजारी की पत्नी तरह तरह के स्वादिष्ट पकवान बनाती। उसके हाथ की बनी सांबार व अवियल बहुत मजेदार होती थी। സത്യസന്ധത ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രപൂജാരിയും ഭാര്യയും ഭഗവാന്റെ ഭക്തരായിരുന്നു. എല്ലാ ദിവസവും ഭാര്യാഭർത്താക്കന്മാർ ക്ഷേത്രം വൃത്തിയാക്കുകയും പൂജയ്ക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. അവൻ കുട്ടികളില്ലാത്തവനായിരുന്നു. എപ്പോഴെങ്കിലും ഓണം ആകുമ്പോൾ പൂജാരിയുടെ ഭാര്യ പലതരം രുചികരമായ വിഭവങ്ങൾ പാകം ചെയ്യുമായിരുന്നു. അവൻ ഉണ്ടാക്കിയ സാമ്പാറും അവിയലും ഒക്കെ പണ്ട് നല്ല രുചിയായിരുന്നു. गांव भर के बच्चे उसके घर जा पहुंचते और भरपेट भोजन खाते। जाते समय वह सभी को मुट्ठी भरकर शर्करपुरट्टी देती। इसी तरह दिन बीत रहे थे। एक बार एक ब्राह्मण उस मंदिर में आया। वह गरीब अपनी बेटी की शादी के लिए धन एकत्र कर रहा था। मंदिर में भोजन मुफ्त मिलता था। उसने खाने से पूर्व नहाना उचित समझा। ഗ്രാമത്തിന്റെ നാനാഭാഗത്തുനിന്നും കുട്ടികൾ അവന്റെ വീട്ടിലെത്തി ധാരാളം ഭക്ഷണം കഴിക്കുമായിരുന്നു. പോകുമ്പോൾ അവൾ എല്ലാവർക്കും കൈ നിറയെ ശർക്കര പുരട്ടി നൽകുന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ആ ക്ഷേത്രത്തിൽ വന്നു. അവൻ പാവം മകളുടെ വിവാഹത്തിന് പണം ശേഖരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ സൗജന്യ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് കുളിക്കുന്നതാണ് ഉചിതമെന്ന് അയാൾക്ക് തോന്നി. अपने धन की थैली को स्नान कुंड के किनारे रखकर वह स्नान करने लगा। स्नान करके लौटा तो देखा कि उसकी थैली वहां नहीं थी। उसने सभी से पूछा, परंतु कोई भी थैली का पता न बता सका। भगवान जाने थैली को जमीन निगल गई, आसमान खा गया था। बेचारा रोता कल्पता अपने गांव लौट गया। പണസഞ്ചി കുളിക്കടവിന്റെ അരികിൽ വച്ചിട്ട് അവൻ കുളിക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ബാഗ് കാണാനില്ലെന്ന് കണ്ടത്. അവൻ എല്ലാവരോടും ചോദിച്ചു, പക്ഷേ ബാഗിന്റെ വിവരം ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ഭൂമി സഞ്ചി വിഴുങ്ങിയെന്ന് ദൈവത്തിനറിയാം, ആകാശം തിന്നോ. പാവം കരഞ്ഞുകൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി. कुछ समय बाद पुजारी की पत्नी झाड़ू लेकर सफाई करने आई। जो ही उसने रब का गोबर उठाया तो थैली मिल गई। हुआ यूं कि जब ब्राह्मण स्नान करने गया तो एक गाय ने थैली पर ही गोबर कर दिया था। गोबर से ढकने के कारण उसे थैली दिखाई नहीं दी। पुजारी की पत्नी ने बड़े यत्न से ब्राह्मण की अमानत को संभाल कर रख लिया। उसने एक बार भी थैली का मुंह तक नहीं खोला। കുറച്ചു കഴിഞ്ഞപ്പോൾ പൂജാരിയുടെ ഭാര്യ ചൂലുമായി വൃത്തിയാക്കാൻ വന്നു. ഉടനെ അവൻ പശുവിന്റെ ചാണകം എടുത്തപ്പോൾ ബാഗ് കണ്ടെത്തി. ബ്രാഹ്മൺ കുളിക്കാൻ പോയപ്പോൾ പശു ബാഗിനു മുകളിൽ ചാണകം ഇട്ടു. ചാണകം കൊണ്ട് മൂടിയതിനാൽ ബാഗ് കണ്ടില്ല. പൂജാരിയുടെ ഭാര്യ ബ്രാഹ്മന്റെ ധനം സൂക്ഷിച്ചുവെച്ചു. ഒരിക്കൽ പോലും ബാഗ് തുറന്നു നോക്കിയില്ല. संयोग से कुछ माह पश्चात वह ब्राह्मण पुनः वहां आया। धन की थैली खोने के बाद उसकी परेशानी और बढ़ गई थी। पुजारी ने ब्राह्मण को भोजन करवाया, फिर उसके धन की थैली सामने ला रखी। ब्राह्मण खुशी के मारे रो पड़ा। उसने सारी कहानी सुनी और पुजारी की पत्नी से बोला, इस धन पर आपका भी अधिकार है, आप इसमें से आधा ले ले। पुजारी की पत्नी एक धार्मिक महिला थी। उसने धन का एक भी पैसा लेने से साफ इनकार न कर दिया। യാദൃശ്ചികമായി ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ ബ്രാഹ്മൺ വീണ്ടും അവിടെയെത്തി. പണത്തിന്റെ ബാഗ് നഷ്ടപ്പെട്ട തിനുശേഷം അവന്റെ വിഷമങ്ങൾ കൂടുതൽ വഷളായി. പുരോഹിതൻ ബ്രാഹ്മണൻ ഭക്ഷണം നൽകി, പിന്നെ പണസഞ്ചി അവനു കൊടുത്തു. ബ്രാഹ്മണൻ സന്തോഷത്താൽ കരഞ്ഞു. കഥ കേട്ട് ബ്രാഹ്മണൻ പുരോഹിതന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ പണത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ട്. നീ പകുതി എടുക്ക്. പൂജാരിയുടെ ഭാര്യ ഒരു മതവിശ്വാസിയായിരുന്നു. പണത്തിൽ നിന്ന് ഒരു പൈസ പോലും അവൾ എടുത്തില്ല. ब्राह्मण ने प्रसन्न होकर उसे वरदान दिया, अगले ही वर्ष तुम एक प्रतिभाशाली एवं यशस्वी पुत्र की माता बनोगी।
ऐसा कहकर ब्राह्मण चला गया। अगले वर्ष पुजारी की पत्नी के मन की मुराद पूरी हो गई। उसने एक सुंदर पुत्र को जन्म दिया। जानते हो उसका पुत्र कौन था? उसके यहाँ मलयालम के प्रसिद्ध कवि कुंजन नम्बियार ने जन्म लिया। कहते हैं कि इस कवि की तुलना किसी से नहीं की जा सकती। मलयालम भाषा के जानकार इनके द्वारा रचित कविताएं अवश्य पढ़ते हैं। ബ്രാഹ്മണൻ സന്തുഷ്ടനായി അവൾക്ക് ഒരു വരം നൽകി, അടുത്ത വർഷം തന്നെ നിങ്ങൾ കഴിവുള്ളവനും വിജയിയുമായ ഒരു മകന്റെ അമ്മയാകും. ഇത്രയും പറഞ്ഞു ബ്രാഹ്മൺ പോയി. അടുത്ത വർഷം പൂജാരിയുടെ ഭാര്യയുടെ ആഗ്രഹം സഫലമായി. അവൾ സുന്ദരനായ ഒരു മകനെ പ്രസവിച്ചു. അവന്റെ മകൻ ആരാണെന്ന് അറിയാമോ? പ്രശസ്ത മലയാള കവി കുഞ്ഞൻ നമ്പ്യാർ ജനിച്ചത് ഇവിടെയാണ്. ഈ കവിയെ ആരുമായും താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു. മലയാളം ഭാഷയുടെ ആസ്വാദകർ അദ്ദേഹം രചിച്ച കവിതകൾ വായിക്കണം.